ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും സ്തുതിക്കും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 52 സങ്കീർത്തനം അതിൻ്റെ 6 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. നീതിമാന്മാർ കണ്ട് ഭയപ്പെടും, അവർ അവനെ ചൊല്ലി ചിരിക്കും. ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യനതാ എന്ന് പറയും. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. നീ അത് ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. നിന്റെ ഭക്തന്മാരുടെ മുമ്പാകെ അത് നല്ലതല്ലോ. ദൈവത്തിന് സ്തോത്രം. 6-ാം വാക്യം പറഞ്ഞത്, നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടും, അവർ അവനെ ചൊല്ലിച്ചിരിക്കും. ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും, ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അധികം ദ്രവ്യസമൃദ്ധിയിലാണല്ലോ ദൈവമക്കളെ പലരും ആശ്രയിച്ചു പോകുന്നത്. അത് നിമിത്തം തന്നെ ദൈവത്തെ ഭയമില്ലാതെ പോകുന്നൊരവസ്ഥയാണല്ലോ. പൗലോസപ്പോസ്തലൻ പറഞ്ഞതുപോലെ ദ്രവ്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയ്ക്ക് തുല്യമല്ലേ. അങ്ങനെ പോകുന്നവർക്ക്, അതിൽ ആശ്രയം വെക്കുന്നവർക്ക് ദൈവമക്കളെ ഇതുപോലെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും എല്ലാവർക്കും ഒന്നും സാധിച്ചെന്ന് വരികയില്ല. അതൊക്കെ തന്നെയായിരിക്കും വീണു പോകാൻ പലയിടത്തും പലർക്കും കാരണമായി തീരുന്നത്. ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ എന്ന വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും എന്ന വചനം പറയുന്നത്. ഇതാണ് ദൈവമക്കളെ 1-ാം വാക്യം മുതൽ നമ്മളത് കേൾക്കുമ്പോൾ 6-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് വളരെ അങ്ങനെയുള്ളവർക്ക് വരുന്ന അനുഭവം എന്തായിരിക്കും എന്നവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് 8-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ശത്രുക്കളേറെയുണ്ട്. തൻ്റെ യജമാനനെ നിമിത്തമുള്ള ശത്രുത വേറെ. അതിനെ ഒപ്പം അദ്ദേഹത്തിന് കൂട്ടുനിന്നുകൊണ്ട്, തൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ചതിക്കുന്നവരേറെ. ഇതെല്ലാം അറിഞ്ഞിട്ടും യഹോവയ്ക്ക് വേണ്ടി തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുവാൻ ദാവീദ് രാജാവിൻ്റെ ആ നല്ല മനസ്സ്, സ്തോത്രം, ഹല്ലേലൂയ. യജമാനനെ മാനിക്കേണ്ടത് പോലെ മാനിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ദുഷ്പ്രചരണങ്ങളെ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കൂട്ടുനിൽക്കുന്ന ഏറെ പേരുണ്ട്. പക്ഷേ ഇതെല്ലാം ദാവീദ് രാജാവിന് കണ്ടു മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. അപ്പോഴും എപ്പോഴും ദൈവത്തിലുള്ള പ്രത്യാശ കൈവിട്ടിട്ടില്ല. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകുന്നു. അത് ഉറപ്പുണ്ട്. ഇത്രയും ഒരു ശത്രു സൈന്യം തന്നെ ദാവീദ് രാജാവിന് എതിരായിട്ടുണ്ട്. കാരണം ശൗൽ രാജാവിൻ്റെ കൂടെ നിൽക്കാൻ ദാവീദ് രാജാവിൻ്റെ കൂടെ നിന്നവർ പോലും ഒറ്റവരുണ്ടായിരുന്നു, ചതിച്ചവരുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒന്ന് ഓർത്താൽ തളർന്നു പോകാം. പക്ഷെ തളർന്നില്ല. കാരണം ദൈവത്തിൽ പ്രത്യാശയുള്ള ദാവീദ് രാജാവിൻ്റെ മനസ്സ് ഉറപ്പുള്ള ബലമുള്ള ഒരു ഹൃദയം തന്നെയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധി ഹൃദയം, കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ധൈര്യമുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ആരും ചോദിക്കാത്ത ചോദ്യമാണ് ദൈവസന്നിധി ചോദിച്ചത്. നിർമ്മലമായൊരു ഹൃദയം നീ എനിക്ക് തരണമേ, നിർമ്മലമായൊരു ഹൃദയം നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ദാവീദ് രാജാവ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരൻ തന്നെയായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായിരുന്ന ശുശ്രൂഷ ചെയ്യുന്നതിനിടയിൽ ദൈവമക്കളെ ഒരു വലിയ വീഴ്ചകൾ വന്നുവെങ്കിലും ആ വീണതിനകത്ത് കിടന്നുകൊണ്ട് ആരെ കുറ്റം വിധിക്കാനോ പഴിചാരാനോ ന്യായം കുറ്റം വിധിക്കാനോ ഒന്നിനും പോകാതെ തികച്ചും തൻ്റെ തെറ്റുകുറ്റങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ ദാവീദ് രാജാവിനെ ദൈവം കൈവിടുവോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ എത്രത്തോളം നിന്ന കേൾക്കേണ്ടി വന്നെങ്കിലും കർത്താവിന് വേണ്ടി പ്രസാദകരമായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തോട് ഒരു നല്ല ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്നു ഒലിവ് വൃക്ഷം പോലെ ആകുന്നു. ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്നു ഒലിവ് വൃക്ഷം പോലെ ആകുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്, തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അത് ആത്മവിശ്വാസത്തിൽ, ആത്മാവിൻ്റെ ധൈര്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയ എന്നും എന്നേക്കും ആശ്രയിക്കും.
അത് ഉറപ്പാ ദൈവമക്കളെ. എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു, അപ്പോഴും ദൈവത്തിലുള്ള ആശ്രയം, ആ ദൈവത്തിൻ്റെ ദയയിൽ എന്നും, ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു എന്നാണ് വചനം പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനക്കുറവ് വന്നില്ല, വിശ്വാസ ജീവിതത്തിൽ ഭംഗം വന്നില്ല. എല്ലാം നിന്ന കേൾക്കേണ്ടി വന്നു, പരിഹാസം കേൾക്കേണ്ടി വന്നു, പ്രശ്നങ്ങളേറി കടന്നു വന്നു. ദൈവമക്കളെ എല്ലാം ഒരു നിമിഷത്തിൽ, എന്തിനധികം പറയാൻ, കുടുംബത്തിൽ തന്നെ ഒന്നുമല്ലാത്ത ഒരാളായി എല്ലാവർക്കും മുമ്പിൽ, മകൻ്റെ മുമ്പിൽ, ജീവിത പങ്കാളിയുടെ മുമ്പിൽ, അഭിഷക്തൻ്റെ മുമ്പിൽ, എല്ലാവർക്കും മുമ്പിൽ, കാടുകളിലും ഗുഹകളിലും ഒക്കെ പാർക്കേണ്ടി വന്നതെല്ലാം കർത്താവിന് വേണ്ടിയിട്ട് നീതിയോടൊരു വേല ചെയ്യുവാൻ ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിട്ടെങ്കിലും ആ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തു. അപേക്ഷിച്ച് ദൈവത്തോട് നേരിട്ട് ചോദിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായിട്ട് കുറവശങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവരക്ഷ പ്രാപിച്ച ഒരാൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി ദൈവമക്കളെ, പ്രശ്നങ്ങളേറി വന്നപ്പോൾ ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയില്ലല്ലോ, ശത്രു എന്നെ പിന്തുടരുന്നു, മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു, ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോയില്ല. കർത്താവിൻ്റെ പാദപീഠത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് ആത്മാവി ബലം പ്രാപിക്കുക. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. നിന്റെ ഭക്തന്മാരുടെ മുമ്പാകെ അത് നല്ലതല്ലോ. ദൈവത്തിന് സ്തോത്രം. നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്കെന്നും സ്തോത്രം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുന്ന മക്കളെ, വിശ്വസിക്കുന്ന മക്കളെ, ജീവിതത്തിൽ ഒരുപാട്, ആത്മീക ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ ഏറി വന്നപ്പോഴും തളരാതെ താങ്ങി നടത്തിയ ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, കർത്താവ് അത് നമുക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നനായ സ്വർഗീയ നല്ല ദൈവമേ, വിശ്വാസ ജീവിതത്തിൽ കർത്താവെ ഏറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ട് തളർന്നിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ദൈവമേ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ, നിന്റെ മക്കളെ കൊണ്ട് ദൈവത്തിന് വലിയ ആവശ്യമുണ്ട്. കർത്താവെ, തളർന്നു പോകാതെ താങ്ങി നടത്തുന്ന ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ, ആത്മാവി ബലപ്പെട്ടുകൊണ്ട് തന്നെ ആമേ സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പോടുകൂടി പറയുന്നുണ്ടല്ലോ, കർത്താവെ, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നെന്ന്. അതേ കർത്താവെ, ഏത് ദുഃഖങ്ങളും പ്രയാസങ്ങളും നിന്നയും ഞെരുക്കവും കടന്നു വരുമ്പോഴും ഇപ്രകാരം ഈ വചനം പറഞ്ഞ് നിന്റെ മക്കൾ ബലപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആത്മാവി ബലപ്പെട്ട് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തളരാതെ താങ്ങി നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കൾ ഏതെങ്കിലും ഭാഗങ്ങളിൽ വിഷയങ്ങളിൽ സങ്കടത്തോടുകൂടി അന്ന് ഇരിക്കുന്നതെങ്കിൽ കർത്താവെ, നിന്റെ മക്കൾക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉത്തമ സാക്ഷിക്ക് കർത്താവ് ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.